എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഒരു കുഞ്ഞു പെണ്ണിനെ കാണിക്കും. അവൾ ടേപ്പില് ഇപ്പൊ ഒരു പാട്ട് വെച്ച് അത് തന്നെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഗ്രാൻഡ്പ ചോദിക്കും, നീ എപ്പോഴും ഇതേ പാട്ട് തന്നെ കേട്ടോണ്ടിരിക്കുകയാണല്ലോ, നിനക്ക് ഈ പാട്ട് ഒരുപാട് ഇഷ്ടമാണല്ലേ? അതിന് അവള് പറയും, ഈ പാട്ട് ഞാൻ മുൻപ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാനിത് കേട്ടോണ്ടിരിക്കുന്നത്. അത് കേട്ട് അപ്പൂപ്പൻ ഞെട്ടും. അപ്പൊ അതേ സമയത്ത് അവളുടെ ബ്രദർ ലിയോ അവനിപ്പോ ഓടി വന്ന് അവള് വരച്ചു വെച്ച ഒരു പെയിന്റിങ് അതെടുത്ത് കളിക്കാനായിട്ട് ആരംഭിക്കും. അവളിപ്പോ എന്റെ പേപ്പർ ഇതാ എന്ന് നിലവിളിക്കാൻ തുടങ്ങും. അപ്പൊ ഗ്രാൻഡ്പ ആ പേപ്പർ വാങ്ങി ചോദിക്കും, ഇതാരുടെ ചിത്രമാണ് നീ വരച്ചിരിക്കുന്നത്? അതിനവള് പറയും, അത് മറ്റാരും അല്ല, മാസ്റ്റർ ഡോക്കുവിന്റെ ആണ്. അത് കേട്ടാ ലിയോ അവൻ ചിരിക്കും. അവൻ പറയും, ഇത് ഡോക്കു ഒന്നും അല്ല, ഇത് മറ്റേതോ മാക്കാനെയാണ് ഇവള് വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൂപ്പൻ ചോദിക്കും, നിനക്ക് ഡോക്കുയെ ഒരുപാട് ഇഷ്ടമാണല്ലേ? അതിനവള് ഒത്തിരി സന്തോഷത്തോടു കൂടെ ഇപ്പൊ തലയാട്ടും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് രാത്രിയായി അവരെല്ലാവരും കിടന്നുറങ്ങാണ്. അപ്പോഴായിരിക്കും പുറത്ത് എന്തൊക്കെയോ ശബ്ദം നമ്മുടെ പിള്ളേര് കേൾക്കുക. അവളുടനെ ഇപ്പൊ ഞെട്ടി എഴുന്നേക്കും. എന്നിട്ട് പുറത്തേക്ക് നോക്കും. അപ്പൊ അവൾ കാണും, ഗ്രാമത്തില് വലിയ യുദ്ധം നടക്കുകയാണ്. അവൾ ലിയോയും കൂട്ടി വീടിന് പുറത്തേക്ക് വരും. അപ്പൊ ഗാർഡ്സ് ഓടി വന്ന് പറയും, മക്കളെ ഓടിക്കോ, അല്ലെങ്കിൽ വലിയ അപകടമാണ്, ഈ ഗ്രാമം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് പേടിച്ചു വരച്ച് ഇപ്പൊ ചുറ്റും നോക്കും. അവരുടെ ഗ്രാൻഡ്പ ആളെ മാത്രം കാണാനില്ല. അവര് വീണ്ടും അവിടെ മുഴുവൻ ഓടി നടന്ന് ഇപ്പൊ ചുറ്റും നോക്കും. ലീഫ് വില്ലേജ്, സ്റ്റോൺ വില്ലേജ്, അങ്ങനെ ഒരുപാട് വില്ലേജിലുള്ള നിഞ്ചകള് ഇപ്പൊ റീആനിമേഷൻ ചിപ്സ് ഉപയോഗിച്ച് ആ ഗ്രാമം മുഴുവൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒത്ത നടുക്കായിട്ട് അവര് കാണും അവരുടെ ഗ്രാൻഡ്പ ആളൊറ്റയ്ക്ക് നിന്ന് ഒരുപാട് പേരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് രണ്ടുപേരും ഇപ്പൊ പേടിച്ചു വരച്ച് അവരുടെ വീട്ടിലേക്ക് തിരികെ എത്തും. അപ്പോഴായിരിക്കും ദേദുറ അവൻ ഒരുപാട് ക്ലേ ബോംബ്സ് എടുത്ത് ഇപ്പൊ ആ ഗ്രാമം മുഴുവൻ വലിച്ചെറിയും. ബോംബ് പൊട്ടിത്തെറിച്ച് നമ്മുടെ പിള്ളേരുടെ വീട് അതും കത്താനായിട്ട് തുടങ്ങും. അവര് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കി ഇപ്പൊ ചുറ്റും ഓടും. അപ്പൊ അവര് കാണും തൊട്ട് താഴെയായിട്ട് അവരുടെ ഡോക്കു സെൻസായി. അവള് നിലവിളിച്ച് പറയും, ഡോക്കു സെൻസായി, എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്ത്. അവരെ കാണുമ്പോ തന്നെ ഇപ്പൊ ഡോക്കു സെൻസായി ആൾ അവരോട് പറയും, എടുത്തു ചാട്, ഞാൻ നിങ്ങളെ ക്യാച്ച് ചെയ്യാം. ഉടനെ അവർ രണ്ടുപേരും ഇപ്പൊ ഒന്നൊന്നായിട്ട് എടുത്തു ചാടും. ഡോക്കു സെൻസായി കറക്റ്റ് ആയിട്ട് അവരെ ക്യാച്ച് ചെയ്ത് സേഫ് ആയൊരു സ്ഥലത്ത് അങ്ങനെ കൊണ്ടുവരും. ഡോക്കു അവരെ ഇപ്പൊ സേഫ് ആയിട്ട് വില്ലേജിന് പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആളുടെ കോട്ട് ഊരി ആ ചിന്ന പെണ്ണിനെ അവൾ അങ്ങനെ കവർ ചെയ്യും. എന്നിട്ട് വീണ്ടും ഗ്രാമത്തിലേക്ക് ഓടാനായിട്ട് റെഡിയാവും. ഉടനെ നമ്മുടെ ചിന്ന പെണ്ണ് അവളിപ്പോ ആളെ പിടിച്ചു വെക്കും. എന്നിട്ട് കെഞ്ചാണ്, ദയവ് ചെയ്ത് ഞങ്ങളെ വിട്ട് പോവരുത്. അതിന് ഡോക്കു പറയും, എനിക്ക് വേറെ വഴിയില്ല, നിങ്ങളുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഗ്രാമത്തിലുള്ള ഒരുപാട് ആൾക്കാര് അവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അവരെയും കൂടെ സേവ് ചെയ്തേ പറ്റൂ. ഇൻ കേസ് ഞാൻ തിരികെ എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ടൗണിലേക്ക് പോയി അവിടെ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കണം, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആളിപ്പോ ഉഷാറായിട്ട് ഓടും. അവർ രണ്ടുപേരും ആ കോട്ടും കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കും. അപ്പോഴായിരിക്കും ആ കോട്ടിന്റെ ഉള്ളിൽ നിന്ന് രണ്ട് റാഡ് അവർക്ക് കിട്ടുക. അവർ ആ റാഡും കയ്യിലേന്തി കയ്യിൽ മുറുക്കെ പിടിച്ച് അങ്ങനെ ഇരിക്കും. അപ്പ അവര് കാണും അവരുടെ തൊട്ടടുത്തായി സാക്ഷാൽ ദേദുറ. അവനാണ് ഇപ്പൊ റിയാനിമേഷൻ ചിപ്സു അത് മുഴുവൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ലിയോ ഉടനെ ആ ചിന്ന പെണ്ണിന്റെ അത് പൊത്തിപ്പിടിക്കും. പക്ഷെ അപ്പോഴേക്കും ദേദുറ അവരെ കണ്ടുപിടിക്കും. പക്ഷെ ദേദുറ അവരെ കണ്ട് ചിരിച്ച് ഒന്നും ചെയ്യാതെ അവിടുന്ന് നടന്നു പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നെക്സ്റ്റ് ഡേ നമ്മുടെ ചെക്കനും ചെക്കയും അവർ രണ്ടുപേരും പതിയെ എഴുന്നേറ്റ് ആ ഗ്രാമം മുഴുവൻ ഇപ്പൊ ചുറ്റി നടക്കും. അവിടെ ഇപ്പോ ആരും ജീവനോടുകൂടെ ഇല്ല. സോ ഡോക്കു സെൻസായി പറഞ്ഞതനുസരിച്ച് അവർ രണ്ടുപേരും ഇപ്പൊ അടുത്ത പട്ടണത്തെ ലക്ഷ്യമാക്കി മുൻപോട്ട് നടക്കും. ചെരുപ്പില്ലാതെ ഒരുപാട് ദൂരം നടക്കുമ്പോ ചിന്നപ്പെണ്ണിന്റെ കാല് അതിൽ മുറിവുണ്ടായി വേദനയില് അവൾ അവിടെ ഇരിക്കും. അപ്പോഴായിരിക്കും അവള് കാണുക ഡോക്കു സെൻസായി രക്ഷപ്പെടുത്തിയ 2-3 പേരും അവരുടെ തൊട്ടു പിന്നാലെ വരികയാണ്. അവര് പരസ്പരം കണ്ട ഉടനെ ഇപ്പൊ ഡോക്കു സെൻസായും നമ്മുടെ പാവം ചിന്നപ്പെണ്ണും അവരോടി വന്ന് പരസ്പരം ഹഗ് ചെയ്യും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കും. ലീഫ് വില്ലേജില് ഹൊക്കാഗെ ആന്റി കുട്ടപ്പനും ടീമിനും എന്തോ ഒരു മിഷൻ കൊടുക്കുകയാണ്. ഹൊക്കാഗെ ആന്റി പറയും, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയില് ഒരു ചെറിയ ഗ്രാമമുണ്ട്, വർഷങ്ങൾക്ക് മുൻപ് ആ ഗ്രാമം അത് നശിക്കപ്പെട്ടു. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഗ്രാമത്തിലേക്ക് പോകണം. അതൊരു പ്രാചീന ഗ്രാമമാണ്, അവിടെ ഹിഡൻ ട്രഷറൊക്കെ ഒരുപാടുണ്ട്. ആ ഗ്രാമം അതാരാണ് നശിപ്പിച്ചതെന്നും ആ ഗ്രാമത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതെന്താണെന്നുമാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. സോ എത്രയും പെട്ടെന്ന് ആ ഗ്രാമം അതങ്ങനെയായി മാറാനുള്ള കാരണക്കാരനെ അവരെ കണ്ടുപിടിച്ച്
നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവരെ 4 പേരെയും ഇപ്പൊ ഒക്കാകെ പറഞ്ഞയക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാര് ആ ഗ്രാമത്തിലേക്ക് എത്തും. യാമട്ടോ സെൻസായും സായും അവർ രണ്ടുപേരും ഒരു ടീമാവും. സാക്കുറയും കുട്ടപ്പനും അവരും ഒരു ടീമായി ഇപ്പൊ ആ ഗ്രാമത്തിന്റെ നാനാ ഭാഗത്തേക്ക് പോവും. യാമട്ടോ സെൻസായും സായും അവർ ഒരുപാട് നടന്ന് ഇപ്പൊ ഒരു ടെമ്പിളിന്റെ അടുത്തേക്ക് വരും. യാമട്ടോ സെൻസായി സായുമായിട്ട് ആ ടെമ്പിളിന്റെ അകത്തേക്ക് പോവും. അകത്തേക്ക് പോകുമ്പോ അവര് ഷോക്കാവും. വലിയൊരു ഹാളായിരിക്കും അവര് കാണുക. അതും മറികടന്ന് അതിന്റെ അപ്പുറത്തെ വശത്തെത്തുമ്പോ ആരൊക്കെയോ ചേർന്ന് ഒരു കത്തി യാമട്ടോയുടെയും സായുടെയും കഴുത്തിൽ വെക്കും. അവർ ഷോക്കായിട്ട് നിൽക്കും. യാമട്ടോ പറയും, പ്ലീസ് ദയവായിട്ട് ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഞങ്ങളിപ്പോ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ലീഫ് വില്ലേജിൽ നിന്ന് വന്നവരാണ്. അത് കേട്ട് ഇപ്പൊ അവരുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയും സ്ക്വാഡും ഒക്കെ തന്നെ അവർ ഡൗൺ ചെയ്യും. അപ്പൊ അവരുടെ ലീഡർ ഒരു പെണ്ണ്, അവള് പറയും, ഇത്രയും നേരവും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ലീഫ് വില്ലേജിൽ നിന്ന് ഷിനോബികൾ വരുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ് ആണ്. അവളിപ്പോ സായിയെയും യാമട്ടോയും കൂട്ടിക്കൊണ്ട് ആ ഗ്രാമത്തിലെ ഒരു ചീഫിന്റെ അടുത്തേക്ക് വരും. ആ ചീഫ് പറയും, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. ആരാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് യാതൊരു സൂചനയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എല്ലാവരെ പോലെ തന്നെയും അവരുടെ ലക്ഷ്യവും ആ ട്രഷർ തന്നെയാണ്. ഒരേ ഒരു രാത്രി കൊണ്ട് അവർ ഈ ഗ്രാമം അത് മുഴുവൻ നശിപ്പിച്ചു. കട്ട് ചെയ്ത സാക്കുറയും കുട്ടപ്പനും അവർ ആ ഗ്രാമം മുഴുവൻ ഇപ്പൊ കേറി ഇറങ്ങി നടക്കുകയാണ്. പക്ഷെ യാതൊന്നും അവർക്ക് കണ്ടെത്താനാവില്ല. പക്ഷെ യാതൊന്നും അവരെ കൊണ്ടും കണ്ടെത്താൻ കഴിയില്ല. കുട്ടപ്പനും സാക്കുറയ്ക്കും ഇപ്പൊ ആ ഗ്രാമം ഒരുപാട് ഇഷ്ടപ്പെടും. അവർ വെള്ളമൊക്കെ കുടിച്ച് ആ ഗ്രാമത്തിന്റെ ഭംഗി അത് ആസ്വദിക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും അവർ ഞെട്ടിച്ചുകൊണ്ട് സാക്ഷാൽ കബൂട്ടോ അവിടേക്ക് വരിക. ഉടനെ കുട്ടപ്പൻ അവന്റെ ഷാഡോ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് റെസ്റ്റൻ ഗൺ പവർ ക്രിയേറ്റ് ചെയ്ത് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടിയെടുക്കും. ഉടനെ കബൂട്ടോ അവനിപ്പോ കുട്ടപ്പനെ തടയും. കബൂട്ടോ പറയും, ഞാനിവിടെ ഒരു റിസർച്ചിന് വന്നതാണ്. ഒറോച്ചിമാറുവിന്റെ സ്നേക്ക് അതിനെ റീജനറേറ്റ് ചെയ്ത് അതിന് പറ്റിയൊരു ഡോണറിനെ കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് ആ ഒരു സ്നേക്കിനെ അവ പുറത്തേക്ക് കൊണ്ടുവരും. ഉടനെ ആ സ്നേക്ക് അതൊരുപാട് സ്നേക്കുകളായിട്ട് ആ വെള്ളത്തിലൂടെ എഴയാൻ തുടങ്ങും. എന്നിട്ട് ആ ഭീമൻ സ്നേക്ക് അതിപ്പോ സാക്ഷാൽ ഹീഡനായി മാറും. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ യാമട്ടോ സെൻസായി ആളവിടേക്ക് വരും. ആളെ കണ്ടുടനെ കബൂട്ടോ അവൻ വീണ്ടും അവിടേക്ക് കഫിൻ ബോക്സ് കൊണ്ടുവരും. അക്കാസ്കി ടീമിനെ തന്നെ നിരത്തി ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അത് കണ്ട് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസ് അവരെല്ലാവരും ഓടിയെത്തും. ഹീഡനും കബൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ ആയുധമൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. കബൂട്ടോ വലിയൊരു സ്നേക്കിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ കുട്ടപ്പനെ തൂക്കിയെടുത്ത് അവിടുന്ന് പോവും. ഉടനെ ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. അപ്പൊ അതിനിടയില് കബൂട്ടോ കൊണ്ടുവന്ന ചില ആൾക്കാര് അവരെ മാത്രം കബൂട്ടോയ്ക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയാതെ അവനിപ്പോ തിരികെ കൊണ്ടുപോകും. കട്ട് ചെയ്ത ഇവിടെ കുട്ടപ്പൻ അവനെ ആ പാമ്പ് വളരെ സ്പീഡില് എവിടേക്കോ കൊണ്ടുപോവാണ്. ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ കുട്ടപ്പൻ അവൻ അങ്ങനെ മുൻപോട്ട് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.